മാധ്യമ പഠനകേന്ദ്രം റീൽ ആൻഡ് റീഡ് വാർത്തകൾ. ഇന്ത്യയിലെ ഏറ്റവും ആദരണീയരായ മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരുന്ന അന്തരിച്ച ശ്രീ VRP ഭാസ്കറുടെ 2ാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് ജൂൺ 4 വൈകിട്ട് തൈക്കാട് ഗാന്ധിഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഫേസ്ബുക്കിലൂടെ ഇന്ന് എല്ലാവരും ജേർണലിസ്റ്റ് ആകുന്ന കാലഘട്ടമാണിപ്പോൾ. ഓൺലൈൻ മാധ്യമങ്ങൾ എത്ര വന്നാലും ക്രെഡിബിലിറ്റിയുള്ള പത്രങ്ങൾക്കും പത്രപ്രവർത്തകർക്കും ഇന്നും പ്രസക്തിയുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ മാധ്യമങ്ങൾ വളരെ വിപുലമായ സാധ്യതകളുള്ളതാണ്. അത് നല്ല ശതമാനം പത്രങ്ങൾക്കും അഡ്വർടൈസ്മെന്റ് ലീഡർഷിപ്പ് സ്ഥിരമായി എന്നെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓൺലൈനാണ് വയർ സ്വാഭാവികം. അപ്പൊ ഇന്ന് ഓൺലൈൻ പത്രങ്ങളാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. അടുത്ത സ്റ്റേജിൽ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അടുത്ത സ്റ്റേജ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇതിപ്പം പത്രങ്ങൾ വിൽക്കാനാണില്ല. ഏജന്റുമാരില്ല. എല്ലാ പത്രത്തിലും ഏജന്റുമാരുണ്ട്. പണ്ടൊക്കെ കേരളത്തിന്റെ ഏജന്റ് ആരാന്ന് കണ്ടാൽ മതി, മാതൃഭൂമിയുടെ ഏജന്റ് കണ്ടാൽ മതി, മനോരമയുടെ ഏജന്റ്, ദേശാഭിമാനിയുടെ ഏജന്റ്, വീക്ഷണത്തിന്റെ ഏജന്റ് കണ്ടാൽ മതി. ഇതിപ്പോ എല്ലാ പത്രവും ഒരാൾ തന്നെ വിൽക്കുന്നത്. ഏജന്റ് ഒരാൾ തന്നെ. യൂറോപ്പിലൊക്കെ പോയാൽ അവരുടെ പത്രങ്ങൾ ഇട്ടും വേണമെന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകും. അവർക്ക് പൈസ കൊടുക്കണം. നമുക്ക് പോകും. അസത്തിൽ പത്രത്തിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അഡ്വർടൈസ്മെന്റ് പറഞ്ഞ ആവശ്യം. നേരത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ VRP ഭാസ്കർ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്തമായി വളരെയേറെ മാറ്റം മാധ്യമ രംഗത്ത് വന്നിരിക്കുന്നു. ആ മാധ്യമ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം നമ്മൾ അറിയാതെ നമ്മൾ അതിനോട് പ്രാധാന്യം പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാലും ക്രെഡിബിളായിട്ടുള്ള ഞാൻ ഈ സിവിൽ സർവീസ് പരിശീലനമാരില്ല, അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ഹിന്ദുവിന്റെ എഡിറ്റ് പേജ്. ഹിന്ദുവിന്റെ എഡിറ്റ് പേജ് മാത്രം പുസ്തകമായിട്ട് ഇറങ്ങുന്നു. സിവിൽ സർവീസ് എഴുതുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജാണ്. അപ്പൊ അതെന്താണ്, അതിന് ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടല്ല. ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് പ്രസക്തിയുണ്ട്, പത്രങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. VRP പോലുള്ള ആളുകൾ സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തിയ ആളുകളാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതാണ് ഏറ്റവും പ്രധാനം. സത്യം ജനങ്ങളോട് വിളിച്ചു പറയുമ്പോഴാണ് പത്രപ്രവർത്തകൻ നീതി കാണിക്കുന്നത്. ജനങ്ങളോട് ഫോർത്ത് എസ്റ്റേറ്റ് ആണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ഘടകമാണല്ലോ മാധ്യമം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഫോർത്ത് എസ്റ്റേറ്റ്. തന്റെ സ്വന്തം ഗവൺമെന്റിനെ തൂലികാനാമത്തിൽ വിമർശിച്ച ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നു. തന്റെ ഗവൺമെന്റിനെ മറ്റാരും വിമർശിക്കാത്തപ്പോൾ തൂലികാനാമത്തിൽ ഗവൺമെന്റിനെ വിമർശിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്കൊരു മാറി. തന്നെപ്പറ്റി വിമർശനാത്മകമായി കാർട്ടൂൺ വരച്ച കാർട്ടൂണിസ്റ്റ് ശങ്കരെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനങ്ങൾക്കുണ്ടോ? സത്യം വിളിച്ചു പറയുന്ന എത്ര മാധ്യമ പ്രവർത്തകന്മാരുണ്ട്? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടാണിത്. ഇന്ന് ആ പാത പിന്തുടരാൻ നമുക്ക് കഴിയുന്നുണ്ട്. VRP പോലെയുള്ള ഏതാനും വളരെ എണ്ണി പറയാൻ കഴിയുന്ന ആളുകൾ വിളിച്ചാൽ അത്തരം നടപടികൾ, അത്തരം രീതികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ഞാൻ വാർത്ത നിർത്തുന്നു. VRP ഒരു അത്ഭുതമായിരുന്നു. ഇത്രയും വലിയ തോതിൽ ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അവസാനം കേരളത്തിൽ വന്ന്
കേരളത്തിലെ ഒരു അപ്രത്യക്ഷനായി ചെന്നൈയിൽ പോയി, മകളൊക്കെ ഉണ്ടായിരുന്നു, ചെന്നൈയിൽ പോയി അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് പ്രശ്നത്തിലെ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം. ജയ്. ഭാസ്കർ ഫൗണ്ടേഷന്റെ BRP എക്സലൻസ് അവാർഡ് ദ ന്യൂസ് മിനിറ്റ് ചീഫ് എഡിറ്റർ ധന്യ രാജേന്ദ്രനും ബോധിഗ്രാം BRP മാധ്യമ പുരസ്കാരം. കേരള കൗമുദി റിപ്പോർട്ടർ ബിനിയ ബാബുവിനും രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. SN സുബ്ബറാവു സ്മാരക സ്വദേശി ഗ്രാമവികസന അവാർഡ് ഡോക്ടർ ജേക്കബ് പുളിക്കൻ ഏറ്റുവാങ്ങി. SN സുബ്ബറാവു മെമ്മോറിയൽ അവാർഡ് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മാധ്യമരംഗത്തിന് BRP ഭാസ്കർ ഒരു പാഠപുസ്തകമായിരുന്നുവെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. BRP ഭാസ്കർ ഫൗണ്ടേഷൻ ബോധിഗ്രാമുമായി ചേർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ അവാർഡുദാന ചടങ്ങിൽ ഏകതാ പരിഷത്ത് എന്ന ദേശീയ ഗാന്ധിയൻ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും മലയാളിയുമായ ഡോക്ടർ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. മണ്ണും മനുഷ്യനും സാമൂഹിക പ്രസ്ഥാനങ്ങളും പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. JS അടൂർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ഗീതാനന്ദൻ, മാധ്യമപ്രവർത്തകരായ JS ഇന്ദുകുമാർ, വെങ്കിട്ട് രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.